നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായവരെ താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഒരാഴ്ചക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം. ഹോട്ടലുകൾ അടക്കം ഏറ്റെടുത്ത് സൗകര്യമൊരുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആശുപത്രി ബില്ലുകൾ സർക്കാർ നേരിട്ട് തന്നെ കൊടുത്തു തീർക്കണം. ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും EMI പിടിച്ചാൽ അറിയിക്കണം. ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളികളെ തിരികെ എത്തിക്കണമെന്നും റഷ്യ-ഉക്രൈൻ അതിർത്തിയിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിന് കത്തയച്ചു. എത്രയും വേഗം ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇനി ജലസേചന വകുപ്പിന്റെ അധിക ചുമതല കൂടി വഹിക്കും. ഡോക്ടർ വീണ S മാധവന് ഭരണ നവീകരണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. വാട്ടർ അതോറിറ്റി MD-ആയി ജീവൻ ബാബു നിയമിതനായി. വിനയ് ഗോയൽ ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടറാകും. സഹകരണ വകുപ്പ് രജിസ്ട്രാർ D സജിത്ത് ബാബു ആയിരിക്കും. K ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പ് ഡയറക്ടറാവും. ശ്രീരാം വെങ്കട്ടരാമന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അധിക ചുമതല നൽകി. PRD ഡയറക്ടറായി TV സുഭാഷിനെ നിയമിച്ചു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഡെയ്ല എന്ന മദർഷിപ്പ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖത്തെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന 4ാമത്തെ കപ്പലാണിത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ MSCയുടെ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പൽ കൂടിയാണിത്. നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് KC വേണുഗോപാൽ MP. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വള്ളംകളി മാറ്റിവെച്ചത്. പിന്നീട് നടത്താമെന്നായിരുന്നു ധാരണ. ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ നിലപാട് പരിശോധിക്കണമെന്നാണ് ആവശ്യം. നടൻ മോഹൻലാൽ ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. ഉച്ചയ്ക്ക് 12 കേരള ക്രിക്കറ്റ് ലോഞ്ചിനു ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ഇത് ആദ്യമായാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നത്. സിനിമയെ പിടിച്ചുകുലുക്കിയ ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ താൻ നിരാശനാണെന്നും എന്നാൽ തന്റെ സ്വന്തം സംസ്ഥാനം മീടു തരംഗത്തിന് തുടക്കം കുറിച്ചതിൽ അഭിമാനമുണ്ടെന്നും കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിലെ മൊത്തത്തിലുള്ള മനോഭാവം മാറേണ്ടതുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ലിംഗസമത്വത്തിനായുള്ള യഥാർത്ഥ പോരാട്ടം ഇന്ത്യൻ സമൂഹത്തിന്റെ അപചയം തിരുത്തലാണെന്നതിലാണെന്നും അഭിപ്രായപ്പെട്ടു. മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് 5 വർഷമായി പുറത്തുവിടാതെ തടഞ്ഞുവെച്ച് ക്ഷമിക്കാനാവില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് നടൻ മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉടലെടുത്ത സംഭവങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നടൻ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് നടന്മാർക്ക് എതിരായ ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ലാൽ പ്രതികരിച്ചത്. വടകര ചേറോട് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മുത്തശ്ശി മരിക്കുകയും കൊച്ചുമകൾ അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. കഴിഞ്ഞ ഫെബ്രുവരി 17-ന് അപകടം നടന്ന് 6 മാസം പിന്നിട്ടിട്ടും ഇതുവരെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ കണ്ടെത്താത്തതിനെ തുടർന്നാണ് കമ്മീഷന്റെ നടപടി. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് 4 ആഴ്ചക്കകം ഹാജരാക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ചു വീഴ്ത്തി കോമ സ്റ്റേജിലാക്കിയ വാഹനാപകടത്തിൽ ഇടപെട്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് കുട്ടിയെ സന്ദർശിച്ചു. കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും തേടുമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അറിയിച്ചു. വീഡിയോ കോൺഫറൻസ് സംവിധാനത്തിലൂടെ വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്ന വിധം നിയമ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി MP രാജേഷ് അറിയിച്ചു. ആവശ്യക്കാർക്ക് വീഡിയോ കോൺഫറൻസ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ചട്ട ഭേദഗതി കൊണ്ടുവരാൻ തദ്ദേശ അദാലത്തിൽ മന്ത്രി MP രാജേഷ് നിർദ്ദേശം നൽകുകയായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കലിന്റെ പരാതിയിൽ അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പ് തല അന്വേഷണം. ഇതിനായി തോടന്നൂർ AEOയെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചുമതലപ്പെടുത്തി.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. വളരെ സ്വാഗതാർഹമായ നീക്കമാണിതെന്ന് BJP വക്താവ് സന്ദീപ് വചസ്പതി പ്രതികരിച്ചു. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളല്ല, അല്ലാതെ തന്നെ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വെളിപ്പെടുത്തൽ അടിസ്ഥാനത്തിലുള്ള കേസുകളും അറസ്റ്റുകളുമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ പരാതിക്കാരന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. നടൻ ഇടവേള ബാബുവിനെതിരെ ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയെടുപ്പും പൂർത്തിയായി. രഞ്ജിത്തിനെതിരെയുള്ള തെളിവുകൾ കൈമാറിയെന്ന് യുവാവ് വ്യക്തമാക്കി. നടനും MLA-യുമായ മുകേഷ് പരാതിക്കാരിക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്റെ അഭിഭാഷകന് കൈമാറി. ഇന്നലെ അതിരാവിലെ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തിയാണ് മുകേഷ് അഭിഭാഷകനെ കണ്ടത്. അതേസമയം മുകേഷ് ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിനി കോടതിയിൽ ഹാജരായി രഹസ്യമൊഴിയും നൽകി. മുകേഷിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും മജിസ്ട്രേറ്റിന് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതായും പരാതിക്കാരിയായ നടി എറണാകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. മുകേഷിന്റെ രാജി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായില്ല. വിഷയം ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. കൊല്ലത്തു നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കും. മുകേഷിന് പറയാനുള്ളതും പാർട്ടി പരിഗണിക്കും. മുകേഷ് MLA 2 ദിവസത്തിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ AKG സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് ആക്ടിവിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ K. അജിത പറഞ്ഞു. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഇടതു സർക്കാർ സ്വീകരിക്കരുതെന്നും ഇതുവരെയുള്ള ചില നല്ല പ്രവർത്തനങ്ങൾ മുഴുവനും ഇല്ലാതാക്കുന്നതാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാടെന്നും അജിത വിമർശിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.